സന്തോഷമുള്ള എല്ലാ ദൈവമക്കളും വിശുദ്ധ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി നന്ദിയോടെ സ്തുതികൾക്ക് യോഗ്യനായ, ആരാധനയ്ക്ക് യോഗ്യനായ എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കയില്ലെന്ന് പറഞ്ഞ കർത്താവിന് ശക്തിയോടെ ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഇന്ന് രാത്രികാലം ഒരിക്കൽ കൂടി അനുഗ്രഹീതമായ ദൈവസഭയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വചനവും ദൈവത്തിൻ്റെ സാക്ഷ്യവുമായി ഒരു പ്രാവശ്യം കൂടെ ഇവനേറെ സ്നേഹിക്കുന്ന ദൈവസഭയിൽ ശുശ്രൂഷിക്കുവാൻ ആയുസ്സും ആരോഗ്യവും അവസരവും എല്ലാം ഒരുക്കിയ കർത്താവിന് എല്ലാ മഹത്വം അർപ്പിക്കുകയാണ്. ഞാൻ ഏറെ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ഭൃത്യൻ പാസ്റ്റർ ജയൻ അവറുകൾ, കുടുംബം, കുഞ്ഞുങ്ങൾ, അവർ ഓർത്ത കർത്താവിന് സ്തോത്രം. അതോടൊപ്പം തന്നെ ഈ ചെറിയ ഉണ്ണിയ ദേശത്ത് കർത്താവിൻ്റെ മഹത്വമേറിയ വേലയ്ക്ക് സപ്പോർട്ടായി നിൽക്കുന്ന ആത്മഭാരമുള്ള ദൈവിക ശുശ്രൂഷയുടെ വിലയറിയുന്ന കുടുംബങ്ങൾ, അതോടൊപ്പം ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവരും ഓർത്ത ഞാനിനി കയറി വരുമ്പോൾ താഴെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇനി താഴ്ഭാഗത്തും ഈ ശബ്ദത്തിൻ്റെ പരിധിയിൽ ആരൊക്കെ ശബ്ദം കേൾക്കുന്നു എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹത്തെ വചനത്തെ അറിയിക്കുന്നു. നമ്മുടെ കർത്താവ് വലിയവനാണെന്ന്, നല്ലവനാണെന്ന് അനുഭവിച്ചറിഞ്ഞവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, ആമേൻ. പാസ്റ്റർ, ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് പറയാം. വചനം പറയുന്നു, മുഖസ്തുതി പറയുന്നവൻ കാലിന് വല വിരിക്കുന്നു. പാസ്റ്റർ പറഞ്ഞ പോലെ 5 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ശുശ്രൂഷയ്ക്ക് വരുന്ന സമയത്തുള്ള ആത്മാന്തരീക്ഷമല്ല ഇപ്പോഴുള്ളത്. എത്ര പേർ അനുഭവിച്ചിട്ട് എനിക്കറിയില്ല. സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് അനുഭവിച്ചറിയുന്നവർ, ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, മറ്റാരുടെയും പരസഹായമില്ലാതെ ഒരു മനുഷ്യന്റെ പാസ്റ്ററെ ഇനി ഇവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു മനുഷ്യന്റെ സഹായം ആവശ്യമില്ല. സാക്ഷാൽ ദൈവം ഇറങ്ങി യുദ്ധം യഹോവയ്ക്കുള്ളതെന്ന് വചനം പറയുന്നത് പോലെ ദൈവസഭയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, ദൈവസഭയുടെ കെട്ടുപടിക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് കൃപ പ്രാപിച്ച ദൈവമക്കൾ ആലയത്തിന്റെ അകത്തുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരുണ്ടെങ്കിൽ, എന്റെ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഉപവാസമാണിതെന്ന്, എന്റെ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന, എന്റെ ദൈവം എനിക്ക് വേണ്ടി സംസാരിക്കുന്ന, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണിതെന്ന്, കൈറോസ് ദൈവത്തിന്റെ സമയമാണെന്ന്. अड्डा धीरवान सादा रहेगा, रेगा लेगा, धीरवान रेगा देगा, धीबाबा रक्षेगा, रेगा, अड्डा बाहर रेगा ना साधु रेगा ले. ദൈവാത്മാവ് സഭയോട് ദൂത് പറയുന്നു. മർക്കോസ് 16. അവർ കല്ലറ കലത്തി ഈ കല്ലാരുരുട്ടി മാറ്റുമെന്ന് പരസ്പരം പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ദൂതനിറങ്ങി ആ കല്ലുരുട്ടി മാറ്റിയത് വചനം പറയുന്നു. തൊട്ടടുത്ത മതം ഇങ്ങനെയായിരുന്നു, ആ കല്ലേറ്റവും വലുതായിരുന്നു. ദൈവസഭ കേൾക്കുക, ഉപവാസത്തിലും പ്രാർത്ഥനയിലും വർഷങ്ങളായി 7 വർഷങ്ങളായി സഭയോട് പോരടിച്ച് ആത്മാക്കളുടെ വിടുതലിന് ഭിന്നതയുണ്ട്, ഐക്യതയില്ലാതെ മരിച്ചുപോയുള്ള അനുഭവങ്ങളുടെ സഭയെ കടത്തിവിട്ട് ആ കല്ലിനെ സ്വർഗമിറക്കി ഊരുട്ടി മാറ്റുന്ന രാത്രിയാണ്. സഹോദരിമാർ പരസ്പരം പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും. ദൂതൻ ഇറങ്ങി ആ കല്ലുരുട്ടി മാറ്റി. ആ കല്ലേറ്റവും വലുതായിരുന്നു. നിന്റെ ആവശ്യം നോക്കാതെ, നിന്റെ ആരോഗ്യം നോക്കാതെ, നിന്റെ സാമ്പത്തികം നോക്കാതെ, നിന്റെ അവസ്ഥകൾ നോക്കാതെ നീ ദൈവമുഖത്തേക്ക് നോക്കിയത് കൊണ്ട്, ദൈവത്തിന് 1ാം സ്ഥാനം കൊടുത്തത് കൊണ്ട്, ഭൂമിയിലുള്ള ഏത് മനുഷ്യനേക്കാൾ ഉപരി ഉയരത്തിലെ ദൈവത്തിന് നീ പ്രാധാന്യം കൊടുത്തത് കൊണ്ട്, धीरवान सादा रहेगा, रीगा रहेगा, आइडा रासे धेरे ले बेरे खेसे थे हड्डबा रिबना सदूरा रेगला हुडवान धीरवान सादा रहेगा. എല്ലാ നിരാശകളും അഴിയട്ടെ, എല്ലാ ഭയങ്ങളും അഴിഞ്ഞു മാറട്ടെ.
പുതിയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരട്ടെ. എന്റെ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം. എൻ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്ന ഈ 19ാമത്തെ രാത്രിയിൽ എൻ്റെ ആശ്രയവും എൻ്റെ അഭയം എല്ലാം ദൈവത്തിൽ മാത്രം വയ്ക്കുന്നെന്ന ഉറപ്പുള്ളവർ ചേർന്ന് പാടിയാട്ടെ. എൻ്റെ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. ആമേൻ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്ന് ഈ 19ാമത്തെ രാത്രി യേശു എന്റെ ഭവനത്തിൽ വന്നിട്ടുണ്ട്. യേശു ചെറിയ കൊണ്ട് ദേശത്തിൽ വന്നിട്ടുണ്ട്. യേശു ഈ ആലയത്തിൽ വന്നിട്ടുണ്ട്. എന്റെ അവസ്ഥകളെ മാറ്റാൻ, എനിക്ക് അഭിഷേകം പകരാൻ, പുതുകൃപയാൽ എന്നെ നിറയ്ക്കുവാൻ, ജയോത്സവത്തോടെ എന്നെ നടത്തുവാൻ. എവിടെയൊക്കെയാണോ എന്റെ ശിരസ് കുനിഞ്ഞു പോയത് അവിടെയൊക്കെ ശിരസ് ഉയർത്തിപ്പിടിക്കുവാൻ, എവിടെയൊക്കെയാണോ ഞാൻ പരാജയപ്പെട്ടു പോയത് അവിടെയൊക്കെ ജയത്തോടെ നടത്തുവാൻ. ഓ റബ്ബഖസിയാദരെ ഖേശാസിയാദരെ. ഓ ഹല്ലേലൂയ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. ആമേൻ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. എൻ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം. എൻ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം. ആ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. ആമേൻ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. ആമേൻ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ, സഭയുടെ അവസ്ഥയെ മാറ്റാൻ. സഭയ്ക്ക് പേരിട്ട ചിലവരുടെ പേരുകളെ ഇന്ന സഭയാണെന്ന്, വളരാത്ത സഭയാണെന്ന് ചില പേരുകളെ സ്വർഗം വലിച്ചു കീറിക്കളഞ്ഞ് സഭയുടെ അവസ്ഥയെ മാറ്റാൻ യേശു വന്നിട്ടുണ്ട്. കുടുംബങ്ങളുടെ അവസ്ഥയെ മാറ്റാൻ യേശു വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് പ്രവർത്തിപ്പാൻ യേശു വന്നിട്ടുണ്ട്. അവൻ പരിശുദ്ധിയാൽ വ്യക്തമായി പറയുന്നു, ചില മേലെഴുത്തുകളെ സ്വർഗം കീറിക്കളയുന്ന ഉപവാസമാണത്. മനുഷ്യരിട്ട മേലെഴുത്തുകളെ, പിശാചിട്ട മേലെഴുത്തുകളെ സ്വർഗം കീറിക്കളയുന്ന രാത്രിയാണത്. ഓ ദാറാഖാസി കേലെ ബെഖോസി അദന വൈഡാബാന ഹാസി ആദരെ. സ്നേഹമുള്ള ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ 19ാമത്തെ രാത്രികാലം ഞങ്ങൾ കൃപയുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു.
കർത്താവെ, ഞങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയുന്ന ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത്, ഞങ്ങൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സഭയുടെ അകത്തളങ്ങളിൽ ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങളുടെ ദേശത്തിലൊക്കെ സമൂലമായ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരുവൻ ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യേ വന്നിരിക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. റബാന ഹസിയാദന രഗൽക്കന. കർത്താവേ, സ്വർഗം എഴുന്നേൽക്കുന്ന ഉപവാസമായി, ദൈവമഹത്വം ഇറങ്ങുന്ന ഉപവാസമായി, കെട്ടുകൾ പൊട്ടുന്ന ആത്മാക്കൾ വിടുവിക്കപ്പെടുന്ന എല്ലാ ശാപങ്ങളും അഴിയപ്പെടുന്ന, ദൈവമഹത്വം വെളിപ്പെടുന്ന, ആത്മാക്കൾ വിടുവിക്കപ്പെടുന്ന, സഭ എണ്ണത്തിൽ പെരുകപ്പെടുന്ന, മാനസാന്തരങ്ങൾ, സ്നാനങ്ങളും ജലസ്നാനങ്ങളും ആത്മസ്നാനങ്ങളും സംഭവിച്ച് സഭ ശക്തിയോടെ വളരുന്ന തലത്തിലേക്ക് ദൈവം കരം പിടിച്ച് ഉയർത്തുന്ന ഉപവാസമായി ദുഷ്ടന്റെ ചില ആശകൾ നശിക്കുന്ന ഉപവാസമായി, പിശാചിന്റെ ആശകൾ നശിക്കുന്ന, കുടുംബങ്ങളെ ചൊല്ലി, ആത്മാക്കളെ ചൊല്ലി, സഭയെ ചൊല്ലിയുള്ള പിശാചിന്റെ സകല ആശകൾ നശിക്കുന്ന, മനുഷ്യന്റെ നിരൂപണങ്ങൾ വ്യക്തമാക്കപ്പെടുന്ന, ദൈവമഹത്വം ചലിക്കുന്ന പുഷ്ടി നിമിത്തം, അഭിഷേകത്തിന്റെ ദൈവകൃപയുടെ പുഷ്ടി നിമിത്തം നുകങ്ങൾ ഒടിയപ്പെടുന്ന ഉപവാസമായി ദൈവം തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആബാലവൃത്തം ജനത്തോട് ദൈവം സംസാരിക്കും, എളിയവനോട് ദൈവം സംസാരിക്കും. കർത്താവിന്റെ ദാസന് കുടുംബ ദൈവമക്കളെല്ലാവരും സമർപ്പിക്കുന്നു. ശക്തമായി ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങളെ ബലപ്പെടുത്തി എഴുന്നേൽപ്പിക്കുന്ന രാത്രികാലമായി കർത്താവ് തീർക്കും. എല്ലാ മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ പിതാവേ. ഒരിക്കൽ കൂടെ കരവും ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ശ്രദ്ധയെയും നമ്മുടെ ഹൃദയത്തെ മനസ്സിനെയും തിരുവെഴുത്തിലേക്ക് തിരിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്ന് കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 26, 27 വായിച്ചാട്ടെ. താങ്ക് യു സിസ്റ്റർ. വായിച്ചു കേട്ട വചനത്തിൽ വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞിട്ട്. ആമേൻ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരുമേറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ പശ്ചാത്തലമൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ട്, സമയമില്ല. പ്രാർത്ഥനയോടെ വന്ന ചില ദൂതുകൾ മാത്രം കൈമാറി ഫുൾ സ്റ്റോപ്പിട്ട് ദൈവകരങ്ങളെ സമർപ്പിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഇത് ലോകത്തിൻ്റെ അവസ്ഥ പറയുകയല്ല, സഭയുടെ അവസ്ഥ പൗലോസ് പറയാണ്. കുലീനന്മാർ, ജ്ഞാനമുള്ളവർ, ബുദ്ധിയുള്ളവർ, വിവേകമുള്ളവർ ഇല്ലെന്നല്ല, മറ്റുള്ളവരുടെ അഭിപ്രായ പ്രകാരം കൊരിന്ത് സഭയെ നിങ്ങളുടെ അകത്ത് ആമേൻ ദൈവമക്കൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവസഭയ്ക്കകത്ത് മറ്റുള്ള ലോകക്കാർ പറയുന്നത് പോലെ, അല്ലെങ്കിൽ സഭയിലെ മിടുക്കുള്ളവർ പറയുന്നത് പോലെയുള്ള ജ്ഞാനികളില്ല, ബലവാന്മാരില്ല, കുലീനന്മാരില്ല. ആമേൻ.
ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ആമേൻ പരിശുദ്ധ ആത്മാവിന്റെ നിയോഗത്തോടെ സഭയുടെ ഒരു ദൂത് പറയാം. ഈ ചെറിയ കുണ്ണി IPC ദൈവസഭയ്ക്കകത്തും ഡോക്ടർമാരെ കൊണ്ടുവരാൻ തമ്പൊരു ഉദ്ദേശമുണ്ടെങ്കിൽ ദൈവം കൊണ്ടുവരും. എഞ്ചിനീയർമാരെ കൊണ്ടുവരുവാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ടെങ്കിൽ, ധനാഢ്യന്മാരെ കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല. പക്ഷേ ധനത്തെക്കാളുപരി, ലോകത്തിന്റെ ജ്ഞാനത്തെക്കാളുപരി, ലോകത്തിന്റെ സമ്പാദ്യങ്ങളെക്കാളുപരി എന്റെ ശിരസിന്റെ മേൽ ദൈവം പകർന്ന അഭിഷേകമാണ് വലുതെന്ന്, നമ്മുടെ ശിരസിന്റെ മേൽ പകർന്ന അഭിഷേകമാണ് വലുതെന്ന്, എന്റെ ദൈവം എന്നെ വിളിച്ച വിളിയാണ് വലുതെന്ന്. ദൈവമക്കളെ, ദൈവസഭയിൽ നല്ല അറിവുള്ളവര്, ഡോക്ടർമാര്, എഞ്ചിനീയർമാരെല്ലാം ആവശ്യമാണ്. കുഞ്ഞു മക്കളുടെ ദൂതോട് പറയാം, മോൻ എന്താ അവൻ ആഗ്രഹം? പറ, ഉറക്കെ പറ, ഉറക്കെ പറ. ഞാൻ നീ തന്നെ പാസ്റ്റർ, ഉറക്കെ പറയണം. പാസ്റ്റർ മോനെ ഓർത്ത് സന്തോഷമുള്ള കൈയടിക്ക്. രണ്ട് ദൂത് പറയാം. ഞാൻ ഇന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എടി ഇന്ന ആൾക്ക് 4 മക്കളുണ്ട്, അദ്ദേഹത്തിന് 4 മക്കളുണ്ട്. ഞാൻ പൊസിഷൻ ഒന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഒരെണ്ണത്തെ പോലും ദൈവത്തിന് കൊടുത്തില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. മക്കളെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല, നീ ഉപദേശിയാണെന്ന് പോലെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഈ മോന്റെ കാര്യമല്ല, വേറെ ചില മക്കളുടെ കാര്യം കൂടെ എന്നോട് ഞാൻ തുറന്നു വയ്ക്കുക. ഒരിക്കലും മീറ്റിംഗ് കഴിഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ മകൻ കുറച്ച് പേര് നിൽപ്പുണ്ടായിരുന്നു. ഒരുവരെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ചോദിച്ചു, നിനക്ക് ആരാണെന്ന് ചോദിച്ചു. അപ്പോഴതുപോലെ പാസ്റ്ററാണെന്ന് പറഞ്ഞു. അത് രണ്ടാമത് ചോദിച്ചു, ഇനി എന്തിനാ പാസ്റ്റർ ആവുന്നേ? ശ്രദ്ധിച്ചു കേൾക്കണം, നീ എന്തിനാ പാസ്റ്റർ ആവുന്നേ? എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ വയ്യ. ഉള്ള കാര്യമാണ്, എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് 19ാമത് രാത്രി കാലം നമ്മുടെ ജയം പാസ്റ്ററിന്റെ ഷർട്ടൊക്കെ നല്ല ലൂസായിട്ടുണ്ട്, പാൻറ്റൊക്കെ നല്ലവണ്ണം ലൂസായിട്ടുണ്ട്. ആമേൻ. ഞാനും കൃപയാൽ ഉപവസിക്കുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ലൂസാകാറുണ്ട്. ആമേൻ. ഒരു കാര്യം വളരെ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, മക്കളെല്ലാവരും കേട്ടോണം. കർത്താവിൻ്റെ വേല ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നവർ പട്ടണത്തിലുണ്ടെങ്കിൽ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെയും അവൻ്റെ വേലയുടെ മഹത്വം മനസ്സിലാക്കി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവർ ഒരു പട്ടണത്തിൽ, ഒരു ദേശത്തിൽ ഉണ്ടെങ്കിൽ പറയട്ടെ, അവനെല്ലാം ഇപ്പോഴും സുഖത്തിന്റെ അനുഭവങ്ങളായിരിക്കത്തില്ല. അവനല്ല ജോലി ചെയ്യാതിരിക്കവൻ, അവൻ മറ്റുള്ളവരെക്കാളുപരി ജോലി ചെയ്യുന്നവൻ, മറ്റുള്ളവരെക്കാളുപരി രക്തവും വേർപ്പും വെള്ളം ഒഴുക്കുന്നവൻ, രാവിനെ പകലാക്കി യുദ്ധം, പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്ത് പോരാടുന്നവൻ, ജനത്തിന് വേണ്ടി ഇടിവ് നിൽക്കുന്ന ശുശ്രൂഷകനാണ്. എനിക്കറിയില്ല എടുത്ത വചനമൊക്കെ ഫുൾ എടുക്കാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല. എടുത്താലും ഇല്ലെങ്കിൽ ദൂത് പറഞ്ഞിട്ടേ പോലും രാമേൻ പറയാം. ഹല്ലേലൂയ. ഒരു കുഞ്ഞ് കൺസേൺ ഈ പുസ്തകം എടുത്തോണ്ട് പറയാണ്, ശുശ്രൂഷകൻ ആത്മാർത്ഥതയോടെ ദൈവസഭയ്ക്ക് വേണ്ടി ഒരു ശുശ്രൂഷകൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗ്യമാണ്. എത്ര പേര് തിരിച്ചറിയുന്നുണ്ടത്? പാസ്റ്റർ പൊക്കി സ്വോത്ര കാഴ്ചയ്ക്ക് പോക്കുന്നല്ല ഇത്, ദൈവ സാക്ഷിയാണ്. ഇത് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ കണക്ക് കൊടുക്കാനുള്ളവനാണ്. ഹല്ലേലൂയ. ആമേൻ. ഇനി ഹാലയിലേക്ക് കുറയും ചിലപ്പോ. ഹല്ലേലൂയ. ഈ മക്കളെ, ആമേൻ, കൃപയാൽ അധ്യാപകനാണ്, സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. കൃപയാൽ കുഞ്ഞു സഭയുടെ ശുശ്രൂഷകൻ. അതുകൊണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെ, ദൈവദാസനുള്ള അതുപോലെ ദർശനം ദൈവസഭയ്ക്കുണ്ട്. ആ സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. രാമാന ഹസിയാബന രകൽക്കര ആത്മഭാര സഭയ്ക്കുണ്ടോ? ആ സഭ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയാണ്. നശിച്ചു പോകുന്ന ആത്മാക്കളെ ചൊല്ലി ഉള്ളിലൊരു വിങ്ങലുണ്ടോ? ഉഠാന ഹസിയാബന രകൽക്കര. ഒരു സഹോദരൻ, കൂട്ടു സഹോദരൻ വേദന അനുഭവിക്കുമ്പോൾ, കൂട്ടു സഹോദരി വേദന അനുഭവിക്കുമ്പോൾ, ആ വേദനയ്ക്കകത്ത് സന്തോഷിക്കാതെ എൻ്റെ സഹോദരന്റെ വേദന, എൻ്റെ സഹോദരിയുടെ വേദന എൻ്റെ വേദനയാണെന്ന് മനസ്സിലാക്കുന്നവർ സഭയ്ക്കകത്തുണ്ടോ? അങ്ങനെയുള്ള സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. ആത്മീയ പക്വതയില്ലാതെ, കൊച്ചു വിഷയത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾ പിണങ്ങുന്നത് പോലെ പിണങ്ങുന്ന സ്വഭാവങ്ങളില്ലാതെ, എനിക്കെതിരെ എന്തൊക്കെ ദോഷങ്ങൾ സംഭവിക്കാനും ഞാൻ നന്മ ചെയ്തിട്ട് തിന്മ കേൾക്കേണ്ടി വന്നാലും ദൈവസഭയിലെ പാസ്റ്റർ ആകട്ടെ, വിശ്വാസിയാകട്ടെ, ആരും എന്നെ അംഗീകരിച്ചില്ലെങ്കിലും, ആരും എനിക്ക് വേണ്ടി കൈയടിച്ചില്ലെങ്കിലും, എന്റെ കർത്താവിന്റെ കൂടെ ഉണ്ടെന്ന് ആത്മീക വെളിപ്പാടോടെ സഞ്ചരിക്കുന്നവർ സഭയ്ക്കകത്തുണ്ട്. ആ സഭ അനുഗ്രഹിക്കപ്പെട്ടതാണ്.
ഓ റബ ഹസിയാംബേ റൽഖമാന ഹസിയാദര. അദൃശ്യ മണ്ഡലങ്ങൾ പൈശാചിക കെട്ടുകൾ അടിയട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. പക്ഷേ ഒരിക്കലും ഈ 2 ആഴ്ച മുമ്പ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഭയങ്കര പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന ഒരു സഹോദരനാണ്. ആ സഹോദരൻ പാസ്റ്ററോട് ചോദിച്ചത്, മക്കളൊക്കെ കേട്ടോണം, പാസ്റ്ററോട് ചോദിച്ചത്, ഈ ലോകത്തിൽ അനുഗ്രഹിക്കാതെ ദൈവം എന്തിനാ സ്വർഗത്തിൽ പോകുമ്പോൾ അനുഗ്രഹിക്കുന്നത്? സ്തോത്രം. ആത്മാവിൽ ആരാധന എന്ന് പറഞ്ഞാൽ എനിക്കറിയാം സഹോദരൻ, അവിടെ അടിച്ച് മറിച്ച് ആരാധിക്കും. പക്ഷേ 2 ആഴ്ച മുമ്പ് ദൈവദാസൻ ചോദിക്കുക, ഈ ഭൂമിയിൽ അനുഗ്രഹിക്കാതെ മരിച്ചതിന് ശേഷം ചത്തങ്ങ് പോയിട്ട് അനുഗ്രഹിക്കുന്ന ദൈവത്തിന് അങ്ങനെ ഇരിക്കണേന്ന്. ഹലോ, ഇന്ന് രാത്രികാലം ആമേൻ എടുത്ത വചനത്തിൽ നിന്ന് അതിൻ്റെ എക്സജറ്റിക്കൽ സ്റ്റഡിയും ഹെർമനോട്ടിക്കൽ സ്റ്റഡി എടുത്ത് ആമേൻ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യരോടൊക്കെ പോയി പ്രസംഗിക്കാൻ കൃപയാൽ പഠിച്ചു 4-5 വർഷം. പക്ഷെ അങ്ങോട്ട് പോകാതെ സഭയോടുള്ള ദൂതുകൾ ഇന്ന് രാത്രികാലം പറയാം. ഈ ഉപവാസവും പ്രാർത്ഥനയും കഴിയുമ്പോഴെങ്കിൽ ദൈവസഭ തിരിച്ചറിയണം ആമേൻ യഥാർത്ഥ അനുഗ്രഹം എന്താണെന്ന്. ഉഠമാന ഹസിയാം തന രഗൽക്കര. ദൈവസഭയിലെ ഒരൊറ്റ മാതാവ് പോലും ഒരൊറ്റ പിതാവ് പോലും ആമേൻ ദൈവത്തോട് ദൈവം എന്നെ അനുഗ്രഹിക്കാത്തത് എന്താ, എനിക്കെന്താ അനുഗ്രഹിക്കില്ലാത്തത്? അല്ലെങ്കിൽ ആ സഹോദരൻ ചോദിച്ചതുപോലെ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കാത്ത ദൈവമാണോ സ്വർഗത്തിൽ അനുഗ്രഹിക്കാൻ? നോ, ചോദിക്കരുത്. അനുഗ്രഹത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞവൾ, ക്രിസ്തുയേശുവിലൂടെ അനുഗ്രഹം പ്രാപിച്ചവൻ, അനുഗ്രഹം എന്താണെന്ന് കണ്ടവൻ, അനുഗ്രഹം എന്താണെന്ന് അറിഞ്ഞവൻ, അനുഗ്രഹത്തെ പ്രാപിക്കേണ്ടതുപോലെ പ്രാപിച്ചവൻ എന്നെ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ഒരു കൊറോണക്കെടുത്ത് കളയാൻ കഴിയത്തില്ല. ഒരു കൊറോണയ്ക്കോ ഒരു ഭൂചലനത്തിനോ ഒരു പ്രളയത്തിനോ ഒരു സാമ്പത്തിക നഷ്ടത്തിനോ ഈ ലോകത്തിലുള്ളതിനോ വരാനുള്ള ലോകത്തിനോ എന്ത് തന്നെയാകട്ടെ, പിശാചിനോ മനുഷ്യനോ യാതൊരു ശക്തിക്കും വ്യക്തിക്കും ദൈവം എന്നെ അനുഗ്രഹിച്ച് അനുഗ്രഹത്തെ എടുത്തു കളയാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ബട്ട് ഓഫ് ജീസസ്. പാസ്റ്റർ പറഞ്ഞു, 2ാമതാണ് ശുശ്രൂഷിക്കാൻ വിളിക്കുന്നതെന്ന്. 3ാമത് ശുശ്രൂഷിക്കാൻ വിളിച്ചില്ല ഒരു കുഴപ്പമില്ല. ചില ദൂതുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ചേ പോകത്തുള്ളൂ. സ്വത്രം പറയും, കൈയടിച്ച് സ്വത്രം പറയാം. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല വീണ്ടും കടന്നു വരുമെന്ന്. കടന്നു വന്നെങ്കിൽ കർത്താവ് കൃപയാൽ ഇവനെ കൊണ്ടുവന്നതാണ്. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ എന്തെങ്കിലും വ്യാഖ്യാന പെശകൾ പാസ്റ്റർ എന്തെങ്കിലും പറഞ്ഞ് തെറ്റാണെന്ന് ചോദിച്ചാൽ, ഈ കൺവെൻഷൻ പാസ്റ്റർ ഞാൻ കൺവെൻഷൻ പ്രസംഗിക്കാനല്ല എന്ന് പറഞ്ഞില്ലേ. കൺവെൻഷൻ ചില ഉപദേശിമാർ അവരെ കുറ്റമല്ല, അടുത്തടുത്ത് പ്രസംഗിക്കാൻ ഓടണ്ടേ. പ്രസംഗം കഴിഞ്ഞ് അടുത്ത് വർഷിപ്പ് ചെയ്ത് മൈക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ണട ചേർന്ന് പാസ്റ്റർ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളായിരുന്നു. അപ്പോൾ പാസ്റ്റർ കാണുന്നില്ല, അവരെ കുഴപ്പമില്ല, അടുത്തടുത്ത് പോകണ്ടേ. കൃപയിൽ അങ്ങനെ പോകില്ല. ഞാൻ ഇവിടെ ഉണ്ടാവും. ഞാൻ എന്തെങ്കിലും വ്യാഖ്യാന പെശകൾ പറഞ്ഞെങ്കിൽ, പ്രസംഗം തെറ്റുണ്ടെങ്കിൽ പാസ്റ്റർ ആകുമ്പോൾ ഉപദേശി നിന്നെ ഉപദേശിച്ചു നീ തിരുത്തണം എന്നെ. സ്വത്രം പറ. സ്വത്രം. ഹല്ലേലൂയ. അനുഗ്രഹം എന്താണ് ദൈവസഭ തിരിച്ചറിയണം. കഴിഞ്ഞ ദിവസം ഒരു പെന്തക്കോസ്ത് മാതാവുമായിട്ട് ഞാൻ ഇങ്ങനെ പാസ്റ്റർ യാത്ര ചെയ്യണം. പെന്തക്കോസ്ത് മാതാവ് ഒരു വീട് കാണിച്ചിട്ട് പറഞ്ഞു, അയ്യോ അവൻ രക്ഷപ്പെട്ടു, ആ കുടുംബം രക്ഷപ്പെട്ടു. കാരണം എന്നറിയോ, ചെറുപ്പത്തിലെ അവൻ്റെ അപ്പൻ മരിച്ചുപോയി. സ്തോത്രം. അതോടൊപ്പം അത് മാത്രമല്ല, ഒരു ഷെഡിൽ മൺകട്ട കിട്ടിയ ഷെഡിൽ ജീവിച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു. പട്ടാളത്തിൽ ജോലി കിട്ടിയത് മൊത്തം അവൻ്റെ സ്ഥിതിക്കും ഗതിക്കുമല്ല വലിയ മാറ്റം കണ്ടു. അപ്പോൾ ഈ പെന്തക്കോസ്ത് മാതാവും അതോടൊപ്പം ജാതികളായ ദൈവത്തെ അറിയാത്തൊരു ഒരുപോലെ പറഞ്ഞു അവൻ രക്ഷപ്പെട്ടു. കറുത്ത ഷർട്ടിട്ട് ചേട്ടൻ എനിക്കൊരു വഴിയെ കാണിച്ചത് കുറച്ചും എനിക്കറിയില്ല ആരുടെ. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ രക്ഷാറ്റുപോയ അവസ്ഥകളുണ്ട്. റാമാൻ ഹസിയ ദൈവം ഇനി ആ വിഷയത്തിൽ ഒരു രക്ഷ ഒന്നും കാണുന്നില്ലെന്ന് ഹൃദയത്തിൽ പറയുന്ന വിഷയങ്ങൾ സ്വർഗ്ഗം ഏറ്റെടുക്കാൻ പോവുകയാണ്. റാബാൻ ഹസിയാധന രേഖൽക്കർ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലും റേബി ഘോഷാസിയാധന എന്റെ രക്ഷ നഷ്ടമായി പോയി, ആ വിഷയത്തിൽ റീബി ഘോഷാസിയാ എനിക്ക് ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് ആമേൻ കളഞ്ഞ എഴുതി തള്ളിയ വിഷയത്തെ എഴുതി തള്ളിയ വിഷയത്തെ ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായി, മനസ്സു തകർന്നവരെ വിടിവിക്കുന്നവനായി യേശു നമ്മുടെ നടുവിലുണ്ട്.
ആരെന്ന് എനിക്കറിയില്ല, പണ്ട് കണ്ടോ സംസാരിക്കുന്ന ഓർമ്മയില്ല, പുസ്തകത്തിന് മുമ്പ് എനിക്ക് ഒരു പിടുത്തമില്ല, എവിടെ വെച്ച് കണ്ടോ ഇല്ല. എനിക്ക് ഇപ്പോൾ ഒരു പിടുത്തം വന്നപ്പോൾ ചെറുതായിരിക്കുന്ന വഴി പറഞ്ഞു, അത് മാത്രമല്ല, ഒരു കുഞ്ഞു വഴി. ഒരു കാര്യം പറയാം, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന ലിസ്റ്റില്ലേ, ആ ലിസ്റ്റൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ആസാഫിനെ പോലെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മ പറയുന്നു. സ്വർഗത്തിൽ എനിക്ക് ആരുള്ള ഭൂമിയിലും അങ്ങേ അല്ലാതെ വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. റാന ഹസിയാധന രഗൽക്കര, സ്വർഗത്തിൽ എനിക്ക് ആരുള്ള ഭൂമിയിലും അങ്ങേ അല്ലാതെ ഞാൻ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് മുട്ടുമേ നിലവിളിക്കുന്ന നിന്റെ വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യം സ്വർഗത്തിലുണ്ട്. കേൾപ്പാൻ കഴിയാതെ വണ്ണം ആ കാതുകൾ മന്ദമായി പോയിട്ടില്ല, പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം ആ കരങ്ങൾ കുറുകിയിട്ടില്ല. ഈ പ്രസംഗിക്കുന്ന സമയത്ത് ചില വ്യക്തിയുടെ മുഖത്ത് നോക്കുമ്പോഴേ ദൂതുകൾ പറയാൻ തോന്നും, പക്ഷെ പറയാൻ എനിക്ക് താല്പര്യമില്ല. ഒരു കുഴപ്പമുണ്ട്, പറഞ്ഞ എനിക്ക് പേരെങ്ങനെയാ, പ്രമോദ്. അത് പ്രമോദിനുള്ള ദൂതല്ലേ. ഹലോ 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 സ്വോത്രം. എടാ, കേൾക്കുന്ന ദൈവശബ്ദങ്ങൾ അത് പ്രമോദ് സഹോദരനാവട്ടെ, മുമ്പിലിരിക്കുന്ന കുഞ്ഞാട്ടെ, ആരോട് പറഞ്ഞാൽ അത് എന്നോടുള്ള ദൂതെന്ന് പറഞ്ഞ് ആരെങ്കിലും ഏറ്റെടുക്കുന്നവർ സഭയ്ക്കകത്തുണ്ടെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ അനുസരിക്കേണ്ട ദൂതാകട്ടെ, ആമേൻ പ്രാപിക്കേണ്ട വാഗ്ദത്തമാകട്ടെ, അനുസരിക്കേണ്ട ദൂതാകട്ടെ, പ്രാപിക്കേണ്ട വാഗ്ദത്തമാകട്ടെ, അത് എന്നോടും കൂടെയുള്ള ദൈവശബ്ദമാണ്. എൻ്റെ സഭയോടുള്ള അത് എന്നോടുള്ള ദൈവശബ്ദം എന്ന് പറഞ്ഞ് അതിനെ മുറുകെ പിടിക്കുന്ന ദൂത് വരുമ്പോഴേ ആത്മാവിൽ ചാടി പിടിക്കുന്ന ദൈവജനമുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ കർത്താവിൽ സ്തോത്രം ചെയ്യുന്നു. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം എന്നും ജീവനോടെ ഉണ്ട്. ഹല്ലേലൂയ. എൻ്റെ ദൈവമായിട്ട് എൻ്റെ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരി കാര്യം പറയാണ്. ഭൂമിയിലെ ഒരു അനുഗ്രഹവും കണ്ടിട്ടും അവൻ രക്ഷപ്പെട്ട് അവൻ അനുഗ്രഹിക്കപ്പെട്ട് എൻ്റെ ഗതി ഇങ്ങനെ ആയിപ്പോലെന്ന് പറയരുത്. ഹല്ലേലൂയ. ആമേൻ. വർഷം പാസ്റ്റർ ജയം പാസ്റ്റർ വർഷം 10-30 എനിക്കെന്നൊരു വീട് കിട്ടുന്നേ, എനിക്കെന്ന ഒരു വണ്ടി കിട്ടുന്നേ, എൻ്റെ കുഞ്ഞെന്ന ഒന്ന് UK-ലും കാനഡയിലൊക്കെ പോകുന്നേ. ചോദിച്ചവരാരും ഇല്ലെന്ന് ഓർത്ത് ഞാൻ വിശ്വസിക്കുകയാണ്. റോത്രം എന്നാ ഞാൻ എൻ്റെ വാടക വീടൊന്ന് മാറുന്നേ, എന്നാ എൻ്റെ വീടൊന്ന് വാർക്കുന്നേ. ദൈവമക്കളെ, ദൈവം ഇതൊക്കെ തരാൻ ആമേൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. മൺകട്ട കെട്ടി വീട്ടിൽ കിടന്ന് ഇന്ന് വാർക്കുന്ന പുരയിൽ കൃപയാൽ കിടന്നുകൊണ്ട് പറയണം, ദൈവം നമുക്ക് ആവശ്യമുള്ള നന്മകളുടെ ഒരു ഒറ്റ പ്രിൻസിപ്പിള്, നീ നന്മയുടെ പുറകെ പോകരുത്, നീ ദൈവത്തിന്റെ പുറകെ പോകണം. നീ ദൈവത്തിന്റെ പുറകെ പോകുമ്പോൾ നന്മകൾ നിന്റെ പുറകെ തരുന്നൊരു ദൈവത്തെയാണ് സേവിക്കുന്നത്. നന്മകളുടെ പുറകെ പോയി നിനക്ക് നന്മയും ദൈവവും നഷ്ടമാകരുത്. നീ ദൈവത്തിന്റെ പുറകെ വില കൊടുക്ക്. നന്മകൾ, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുമെന്ന് വചനം പറഞ്ഞു കഴിഞ്ഞ ഹല്ലേലൂയ. ആമേൻ. എൻ്റെ സത്യമായിട്ട് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം, ഈ ജ്ഞാനികൾ പഴയ നിയമത്തിൽ 2 പേർ, പുതിയ നിയമത്തിൽ 2 പേർ ജ്ഞാനികളായ ബലഹീനരെ ശക്തരാക്കി എല്ലാം പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ആയി വന്ന് പാസ്റ്റർ നോക്കുമ്പോൾ ഞാൻ ബൈബിൾ മറിച്ച് കൺഫേം ആക്കിയിട്ട് കയറി നിൽക്കുകയാണ്. കാട് കയറി പറയല്ല. വിശ്വാസം ഉണ്ടെങ്കിൽ ഏറ്റെടുക്കാൻ വലിയ തിരസ്കരിക്കാം. ആമേൻ. പക്ഷെ ഒരു കാര്യം ദൈവസഭയോട് പറയാം, ഈ 19ാമത്തെ ഉപവാസത്തിന്റെ പ്രാർത്ഥനയിലും ആമേൻ, എന്നെ മറന്നാൽ ഉപവസിക്കും, നിങ്ങൾ മറക്കുന്ന ദൈവത്തെ അല്ല നിങ്ങൾ സേവിക്കുന്നത്. 19ാമത്തെ രാത്രികാലം നിങ്ങൾക്ക് വേണ്ടി അതിശയങ്ങളെ ചെയ്യുവാൻ, അത്ഭുതങ്ങളെ ചെയ്യുവാൻ, മതിയായ നിങ്ങളുടെ വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യുവാൻ, മുച്ചൂട് മുടിഞ്ഞു പോയ നിങ്ങളുടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്ത് ആഗ്രഹിച്ച ശുഭ തുറമുഖ നിങ്ങൾ എത്തിപ്പാൻ മതിയായ ഒരുവനെ നിങ്ങൾ സേവിക്കുന്നു. ദൈവമക്കളെ, ഹൃദയത്തിനകത്ത് എഴുതിയിട്ടോ. നിങ്ങളുടെ ഏത് വിഷയട്ടെ, മകളുടെ വിഷയം, മകന്റെ വിഷയം, സാമ്പത്തിക വിഷയം, കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിന്റെ വിഷയം, വീടില്ലാത്ത എന്ത് വിഷയമായിട്ട് അതൊക്കെ അവിടെ നിന്നിട്ട് ദൈവത്തിന് 1ാം സ്ഥാനം കൂടെ. ഒരു കുഞ്ഞു വിഷയം പറയാം. പക്ഷേ ലൈവാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ലൈവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എനിക്ക് വളരെ സ്നേഹമുള്ള കോതമംഗലത്തെ ബിജു എന്നൊരു സഹോദരനുണ്ട്. നമ്മളെപ്പോലെ 1000, 10,000, 5 ലക്ഷമല്ല. അനുവിന് എൻ്റെ ഭാര്യയുടെ സഭയിൽ വിശ്വാസത്തിന്റെ കാര്യം പറയാറ്. ഏകദേശം 30+ കോടി, 30 കോടിയിലധികം കടബാധ്യതയുണ്ട്.
സ്വോത്രം. ഇവിടെ 5 ലക്ഷത്തിനും മാക്സിമം 5 ലക്ഷത്തിന് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. 50,000 രൂപയ്ക്ക് ഭർത്താവിന് സമാധാനം കൊടുക്കാത്തവരുണ്ട്. ഹല്ലേലൂയ. 50,000 രൂപയ്ക്ക് സമാധാനം കൊടുക്കാത്തവരുണ്ട്. അതുകൊണ്ട് വിഷയങ്ങളൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യം 30 കോടിയുടെ കടത്ത് നിൽക്കും പാസ്റ്ററെ. ഏകദേശം 10ഉം 16ഉം ഒരു ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ ഉടമസ്ഥന്റെ കാര്യം ഞാൻ പറയുന്നത്. ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ ഉടമസ്ഥന്റെ കാര്യം പറയുന്നത്. ഏകദേശം ഞാൻ വൈഫിന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എല്ലാ ദിവസവും വൈകുന്നേരം തന്റെ ഇന്നോവ കാറിൽ ഏകദേശം 10-25 കിലോമീറ്റർ മൂവാറ്റുപുഴ കോതമംഗൽ ഓടി വന്ന് വചനം കേൾക്കാൻ വരും. ഹല്ലേലൂയ. 10-20 കിലോമീറ്റർ താണ്ടി ഇന്നോവയിൽ ഒറ്റയ്ക്ക് ഓടിച്ച് ഭയങ്കര തിരക്ക് ആവശ്യങ്ങളൊക്കെ ഉള്ള ഒരു ബിസിനസ്മാനെ വചനം കേൾക്കാൻ ഓടി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വന്നിരിക്കും. ഇന്ന് രാത്രികാലം അതുപോലെ കൊതിയുള്ള എത്ര പേർ സഭയ്ക്കകത്തുണ്ട്? 21 കൊണ്ട് നിങ്ങളുടെ തീ കെട്ടുപോകരുത്. പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് കത്തിച്ചത് നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഈ ചെറിയ കൊണ്ടി കൊണ്ട് തിരുക്കുവാനുള്ള ഒരു അഗ്നിയല്ല ദൈവം നിങ്ങളുടെ കത്തിച്ചത്. നിങ്ങളുടെ ഭവനം കൊണ്ട് ഒതുങ്ങുന്ന, നിങ്ങളുടെ ദേശം കൊണ്ട് ഒതുങ്ങുന്ന ഒരു അഭിഷേകമല്ല സ്വർഗം പകർന്നത്. ലോകരാവ് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും ദൈവസഭയോട് പറയുന്നു, ദൈവശക്തരായ പ്രവാചകന്മാരെ, അപ്പോസ്തലന്മാരെ, പ്രാർത്ഥിക്കുന്ന ഫേബയെ പോലെയുള്ള കുഞ്ഞുങ്ങളെല്ലാം സഭയിൽ സ്വർഗം എഴുന്നേൽപ്പിക്കുകയാണ്. Rabana hasi dikara bana hadagashi Ribana hasi dikori abana Renkabana hadagashi ദൈവം അടുത്ത പണിയാണോ കർത്താവേ? ഒരു മിനിറ്റ് ഞാൻ എബ്രായർ 11:7 ആർക്കെങ്കിലും ഒന്ന് വായിക്കാം? എട്ടും കൂടെ വായിച്ചു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിശ്വാസത്താൽ അവകാശിയായി വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി വിട്ടുവാനെന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടവരെ അനുസരിച്ച് എവിടേക്ക് പോകുന്നതെന്ന് അറിയാതെ ഇവിടെ 2 ഭക്തന്മാരെ കാണാൻ പറ്റും. ഒന്ന് നോഹ, ഒന്ന് അബ്രഹാം. ഇവർ രണ്ടുപേരും വിശ്വസിച്ചാണ് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. രണ്ടുപേർക്കും, ഒന്ന് അബ്രഹാം വിശ്വസിച്ചിറങ്ങിയപ്പോൾ ദൈവം അവനെ വാഗ്ദത്തം ചെയ്തത് കനാൻ ദേശമാണ്. ദൈവം അവന് കനാൻ ദേശം കൊടുക്കുക തന്നെ ചെയ്തു. രണ്ടാമത് നോഹ പെട്ടകം പണിയാൻ വേണ്ടി ദൈവം പറഞ്ഞതുപോലെ മഴ വരുന്നുണ്ട്. അവൻ ഇന്നേ വരെ കാണാത്തൊരു മഴയെപ്പറ്റി ദൈവം പറഞ്ഞപ്പോൾ അവൻ പൂർണ്ണമായി വിശ്വസിച്ച് ആ പെട്ടകം പണിയുകയും അവങ്ങനെ, എന്നിട്ടും ദൈവം പറഞ്ഞ കാര്യം അവൻ ലോകത്തോടും വിളിച്ചു പറഞ്ഞു. അവൻ 120 ദിവസമാണെന്നാണ് തോന്നുന്നത്. 120 ദിവസം ഇതേപോലെ പ്രസംഗിച്ചു. പക്ഷേ ആരും അവനെ ചെവി കൊണ്ടില്ല. പക്ഷേ അവൻ പറഞ്ഞ ദൈവം അവനോട് പറഞ്ഞ ആ ഒരു കാര്യത്തെ അവൻ പൂർണ്ണമായി വിശ്വസിച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് അടുത്തു. ദൈവം അതുകൊണ്ട് അവനെയും അവൻ്റെ കുടുംബത്തെയും രക്ഷ പ്രാപിച്ചു. ആമേൻ, ഹല്ലേലൂയ. അതേപോലെ നാം നമ്മുടെ ജീവിതത്തിലും നാം ദൈവത്തിലേക്കുള്ള വിശ്വാസം വർദ്ധിക്കുകയാണെങ്കിൽ നമുക്കും ഈ നാളുകളിൽ ഇതൊരു കൃപായുഗമാണ്. നമുക്കിവിടെ കൃപയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല.
ദൈവമക്കൾ ഒരുമിച്ച് ഈ പ്രിയ കുഞ്ഞിനെ പ്രാർത്ഥിച്ച് വെറുതെ ഒരു പ്രഹസനം നടത്തി ഞാൻ വിളിച്ചതല്ല. എൻ്റെ ശുശ്രൂഷയിൽ ഇന്ന് വരെ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞിനെ വിളിക്കുവാൻ നിയോഗം കിട്ടിയിട്ടില്ല. പക്ഷേ പരിശുദ്ധാത്മ പറഞ്ഞു കുഞ്ഞിനെ ഞാൻ വിളിച്ചു. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്ത കർത്താവ് ബലമുള്ളതിനെ ലജ്ജിപ്പാൻ, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ, ബലഹീനമായതിനെ തിരഞ്ഞെടുത്ത ദൈവം ഇവൻ സഭയ്ക്കൊരു കിരീടമാകാൻ പോകുകയാണ്. അവന്റെ മാതാപിതാക്കന്മാർക്ക് ഒരു കിരീടമാകാൻ പോകുകയാണ്. ദൈവരാജ്യത്തിന് കിരീടമാകാൻ പോകുകയാണ്. ഒരു സൗമേലിനെ അല്ല ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. ഈ സഭയ്ക്കകത്ത് ഈ 19ാമത്തെ രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രവാചകന്മാരെ എന്താ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരെ ഭൗതികമായ വിഷയങ്ങളെ പറഞ്ഞ് കാശ് കീശയിലാക്കുന്ന പ്രവാചകന്മാരല്ല. ആമേൻ. ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന പ്രവാചകന്മാരെ, ദൈവത്തിന് വേണ്ടി ജീവൻ പോലും അർപ്പിക്കുന്ന അപ്പോസ്തലന്മാരെ, വചനം പൊരുൾ തിരിച്ചു പറയുന്ന ഇടയന്മാരെ, ആത്മഭാരമുള്ള സുവിശേഷകന്മാരെ ദൈവസഭയ്ക്കകത്ത് ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രിയ കുഞ്ഞിനെ പ്രാർത്ഥിക്കുന്നു. പുതിയൊരു അഭിഷേകം അവന്റെ മേൽ വീഴട്ടെ. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും കർത്താവ് ലൗകികമായ മോഹങ്ങളുടെ കൂപ്പുകുത്തിരിക്കുന്ന തലമുറയിൽ നോഹയെ പോലെ അവൻ പ്രസംഗിച്ച നോഹയെ പോലെ അവന്റെ നാവിന്റെ കെട്ടുകൾ അറിയട്ടെ. യെശയ്യാവിന്റെ നാവിനെ തീ കൊണ്ട് തൊട്ടതുപോലെ ഈ നിമിഷം തന്നെ അവന്റെ നാവിനെ തീ കൊണ്ട് പരിശുദ്ധാത്മാവ് തുറട്ടെ. ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മേൽ കർത്താവിന്റെ കരം വീഴട്ടെ. പൗലോസിനെ ബർന്നബാസിനെ വിളിച്ചിരുന്ന വേലയ്ക്ക് വേണ്ടി തിരിച്ചതുപോലെ ഉപവാസത്തിന്റെ മധ്യേ, പ്രാർത്ഥനയ്ക്ക് മധ്യേ പൗലോസിനെ ബർന്നബാസിനെ വിളിക്കുന്ന വേലയ്ക്ക് വേർതിരിച്ചതുപോലെ കർത്താവിന്റെ മുറിവേറ്റകരം പ്രിയ കുഞ്ഞിന്റെ മേൽ വീഴട്ടെ. ദൈവമേ, അവന്റെ സ്വഭാവത്തിൽ, അവന്റെ വിദ്യാഭ്യാസത്തിൽ, അവന്റെ സ്വഭാവത്തിൽ, അവന്റെ വിദ്യാഭ്യാസത്തിൽ, സഭയിലുള്ള രീതികളിൽ മുതിർന്നവരോടുള്ള അവന്റെ സമപ്രായക്കാരുള്ള സമയത്ത് അവൻ പ്രായത്തിന് താഴ്ന്നവരോട്, സ്ത്രീകളോട്, പുരുഷന്മാരോട്, വാർദ്ധക്യമുള്ളവരോട് എല്ലാ നിലകളിലും ഇടപാടുകളിലും ആ അഭിഷേകത്തിന്റെ നിറവോടെ അവൻ പെരുമാറട്ടെ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വലിയൊരു തെരഞ്ഞെടുപ്പ് സഭയ്ക്കകത്ത്. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ഭോഷത്വമായതിനെ ദൈവം തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ബലഹീനമായതിനെ. ഇന്ന് രാത്രി ഒരു ഹെവൻലി ചൂസിംഗ്, ഒരു സ്വർഗീയ തിരഞ്ഞെടുപ്പ്. ഈ 19ാമത്തെ രാത്രികാലം ഒരു സ്വർഗീയ തിരഞ്ഞെടുപ്പ്. ആരൊക്കെ കൊതിക്കുന്നുണ്ടോ അവരുടെ മേൽ സ്വർഗമിടുകയാണ്. ഈ തലമുറയിൽ എനിക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കണം. ഈ തലമുറയിൽ എനിക്ക് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണം. ഈ തലമുറയിൽ എനിക്ക് ദൈവത്തിന് പകരക്കാരനായി സംസാരിക്കണം. ഏലിയുടെ കാലഘട്ടം പോലുള്ള കാലഘട്ടത്തിൽ ദൈവശബ്ദമില്ലാത്ത, ദർശനമില്ലാത്ത, യഥാർത്ഥമായ പ്രവചനങ്ങൾ നഷ്ടമായി വികലമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ നാവായി നിൽക്കാൻ, ദൈവത്തിന്റെ ശബ്ദമായി നിൽക്കാൻ, ദൈവത്തിന്റെ സന്ദേശമായി ജീവിപ്പാൻ നിലവിളിച്ചു പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ ചില മാതാക്കന്മാരെ കാണിക്കുന്നു. തലമുറയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന ചില അമ്മമാരെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അവരോട് പറയുന്നു, നിങ്ങളുടെ കണ്ണുനീരിന്റെ സ്വർഗം തീയാക്കാൻ പോകുകയാണ്. ഏത് വിഷയത്തിനു വേണ്ടിയാണോ നിങ്ങൾ കരഞ്ഞത് ആ വിഷയത്തെ ചൊല്ലി തന്നെ സന്തോഷിപ്പാൻ. ഏത് വിഷയത്തിന് വേണ്ടിയാണോ നിങ്ങൾ അധികം കരഞ്ഞത്,
ഒരു ശുശ്രൂഷകന്റെ കൈ പതിയുന്നേക്കാൾ ഉപരി, ഒരു ശുശ്രൂഷകന്റെ കരം പതിയുന്നേക്കാൾ ഉപരി ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളുടെ ശിരസിന് മേൽ ഒരു ഹെവൻലി ഹാൻഡ്, ഒരു സ്വർഗീയ കരം. അഭിഷേകത്തിന്റെ പകർച്ച അന്യഭാഷ അടയാളത്തോടെ, അന്യഭാഷയുടെ വ്യാഖ്യാനത്തോടെ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് പറയുന്നു, സ്തേഫാനോസിന്റെ മേൽ അഭിഷേകം പകർന്നപ്പോൾ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും, സ്തേഫാനോസ് സംസാരിച്ച ജ്ഞാനത്തോടും പരിശുദ്ധാത്മാവ് ചെറിയ കൊണ്ട് ദൈവസഭയെ കുറിച്ച് കൊതിക്കുന്ന ഒരു വിഷയം പറയാണ്. മർക്കോസിന്റെ മാളിക മുറിയിലിരുന്ന് 10 പേരുടെ പേരല്ല അഭിഷേകം വന്നത്, 20 പേരുടെ പേരല്ല, 30 പേരുടെ പേരല്ല, 120 പേരുടെ മേൽ ഒരുമിച്ച് ഒന്നുപോലും വിടാതെ, ഒരൊറ്റ കുഞ്ഞു പോലും വിടാതെ, ഒരൊറ്റ മാതാവിനെ പോലും മാറ്റി നിർത്താതെ, ഒരൊറ്റ പിതാവിനെ പോലും മാറ്റി നിർത്താതെ എല്ലാവരുടെ മേലും അഭിഷേകം വന്നതുപോലെ ഈ ദൈവസഭയ്ക്കകത്ത് ഒരു ആപാലവൃത്തം ദൈവസഭയും ആത്മശക്തിയാൽ നിറയുവാൻ സ്വർഗം കുതിക്കുന്നു. പാരമ്പര്യങ്ങളെ മാറ്റിവെക്ക്, അനുഭവങ്ങളെ മാറ്റിവെക്ക്, എല്ലാം അറിയാവുന്ന സ്വഭാവങ്ങളെ, എല്ലാം അറിയാവുന്ന ചിന്തകളെ ഉടയ്ക്ക. നിന്റെ മേൽ പകരുവാൻ ദൈവം മതിയായവനാണ്. ദൈവസഭയുടെ ദൂതുകൾ മുഴങ്ങുകയാണ്, ദൈവസഭയുടെ ദൂതുകൾ മുഴങ്ങിയാണ്. ഏറ്റെടുക്കാൻ കൊതിയുള്ളവർ ദൈവശബ്ദം ഏറ്റെടുക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഭിഷേകം വന്നപ്പോൾ ശൗൽ ആള് മാറിയതുപോലെ, മോശ ആള് മാറിയതുപോലെ നിന്റെ സ്വഭാവത്തെ ആകമാനം മാറ്റം വരുത്തുക. നിന്റെ സംസാരത്തെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇത് യോസഫിന്റെ മകൻ യേശുവല്ലയോ? ഇത് മറിയയുടെ മകനല്ലയോ? ഇവന്റെ സഹോദരന്മാർ നമ്മുടെ മധ്യ ഉണ്ടല്ലോ. ആ വാക്കുകൾ ശാസ്ത്രിമാരും പരീശന്മാരും ഉന്നയിച്ചപ്പോൾ അവിടെ വ്യത്യസ്തമായ അഭിഷേകത്തെ പകർന്ന് സ്വർഗം റിസർവ് ചെയ്തു വെച്ച ഒരുവനുണ്ട്.
കർത്താവ് വാസ്തവമായി നമ്മുടെ മധ്യ ഉണ്ടെന്ന് ശരീരത്തിൽ മാത്രമല്ല ആത്മാവിലും അനുഭവിച്ചറിഞ്ഞവർ ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ മഹത്വം. ഹല്ലേലൂയ. ആമേൻ. എടുത്ത വാക്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ദൈവാത്മ സംശയ ദൂതുകൾ കൈമാറി പ്രാർത്ഥനയോടെ നിർത്താൻ താല്പര്യപ്പെടുകയാണ്. ലാസ്റ്റ് ഒരു പാട്ട് വർഷിപ്പുണ്ട്. ആമേൻ. ഈ മെസ്സേജിന് ഇടയ്ക്ക് ഞാൻ അങ്ങനെ എൻ്റെ ഫുൾ കൺട്രോൾ ഔട്ട് ഓഫ് കൺട്രോളായി മാത്രമേ ഞാൻ ദൂത് പറയാറുള്ളൂ. അങ്ങനെ ദൂത് പറഞ്ഞു. ആമേൻ. ഞാൻ നിർത്തുകയാണ്. ഇന്നത്തെ പ്രസംഗം നിർത്തിയാൽ ദൂത് പറയാൻ നിർത്തുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് വർഷിപ്പിന് സമയത്ത് പ്രാർത്ഥിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, അത് പുരുഷന്മാരാവട്ടെ, സ്ത്രീകളാവട്ടെ, അമ്മയപ്പന്മാരാവട്ടെ, കുഞ്ഞുങ്ങളാവട്ടെ, മുമ്പോട്ട് കടന്നു വരാൻ പ്രാർത്ഥിക്കാം വർഷിപ്പിന് ടൈമിൽ. ആമേ. എൻ്റെ ഒന്ന് രണ്ട് അനുഭവം കൂടെ പങ്കുവയ്ക്കാൻ ദൈവാത്മ പറയുന്നു. ഒരു ദിവസം ഒരു 8 മാസം മുമ്പ് വല്ലാതെ ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞ് ഏഴല്ല, ഒരു വർഷത്തിന് മുകളിലായി. ഭയങ്കര സങ്കടം ഇതാണ് മക്കളെ. ആമേൻ. ഇന്ന് വരെ എനിക്കൊരു വണ്ടി ഇല്ലാത്തതിലോ എനിക്ക് സാമ്പത്തികം ഇല്ലാത്തതിലോ ആമേൻ മറ്റ് വിഷയങ്ങൾ ഒന്നും നിലവിളിച്ചിട്ടില്ല, കരഞ്ഞിട്ടില്ല. ഞാൻ ചങ്ക് പൊട്ടി വിളിച്ച് 2-3 വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ ഒരു വിഷയം പറയാം. ഒരു വിഷയം വേറെ ഒന്നുമില്ല, എൻ്റെ പ്രിയ സഹോദരി ശുശ്രൂഷയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. ആ തലയെ തുണിയിട്ടിരിക്കുന്ന കണ്ണട വിഷയം എനിക്കറിയില്ല. ദൈവം ആമേൻ റീഖാന ഹസിയാദന രഗൽക്കര കഴിഞ്ഞ നാളുകളിൽ ദൈവം നൽകിയ കൃപാവരങ്ങളിലേക്ക് വല്ലാതെ മൂടിയിട്ട് അനുഭവം കൊണ്ട് എൻ്റെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഉപവാസം എന്ന് പരിശുദ്ധാത്മ പറയാൻ പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കുഴിച്ചിട്ട കൃപാവരങ്ങളെ, മങ്ങിപ്പോയ കൃപാവരങ്ങളെ ആത്മഭാരമുള്ള ഹൃദയത്തേക്ക് ജ്വലിപ്പിക്കാൻ 4 പാട് നിന്നെ ഞെരുക്കുന്ന വിഷയങ്ങളോട് 4 പാട് ഞെരുക്കി വലത്തോട്ട് തിരിയാൻ പറ്റത്തില്ല, ഇടത്തോട്ട് തിരിയാൻ കഴിയത്തില്ല, മുമ്പോട്ട് തിരിയാൻ കഴിയില്ല. പക്ഷേ പത്രോസിന്റെ മധ്യ ഇറങ്ങി വന്നു 1-ാം കാവൽ, 2-ാം കാവൽ, 3-ാം കാവൽ, ഇരുമ്പ് വാതിൽ തുറന്നതുപോലെ ഓരോ ക്ലോസ്ഡ് ആയിരിക്കുന്ന ഓരോ 1 by 1 ഓപ്പൺ ചെയ്യും. അവിടെ നിൽക്കട്ടെ. ഇത് ഔട്ട് ഓഫ് കൺട്രോളായി പറഞ്ഞാണ്, ക്ഷമിക്കണം. അപ്പം ഇവിടെയാണ്. അപ്പോൾ ഞാനിങ്ങനെ വല്ലാതെ നിലവിളിച്ച്, ദൈവമേ, എൻ്റെ കൂടെ സമപ്രായക്കാരെ ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന പല ശുശ്രൂഷകന്മാരുണ്ട്. അവരൊക്കെ ശക്തമായ ദൈവകരനിൽ പ്രയോജനപ്പെടുമ്പോൾ വല്ലാതെ സങ്കടം. ഞാൻ ദൈവസന്നിധിയിൽ പോയിരുന്നിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ, കർത്താവേ അങ്ങനെ ഉപയോഗിക്കണം. ഞാൻ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ല, എൻ്റെ ഭാര്യ ഇട്ടിരിപ്പുണ്ട്, ഒന്നുകിൽ എന്നെ ഉപയോഗിക്കണം അല്ലെങ്കിൽ എന്നെ അങ്ങ് എടുക്കണം. അവളെ പ്രാർത്ഥന ആകുമെന്ന് അറിയില്ല. ഒന്ന് എന്നെ ദൈവം ഉപയോഗിക്കണം അല്ലെങ്കിൽ എന്നെ അങ്ങ്, എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ ഏലിയാലും മതി, ഇത്രയൊക്കെ നിൽക്കണമെങ്കിൽ അതുപോലെ നിർത്തണം. ഞാൻ ഒരു പ്രൊഫഷണലായിട്ട് ഒരു പാട്ടുകാരനല്ല. ഞാനൊരു ഒരു കോളേജിലും പോയി പാട്ടൊന്നും പഠിച്ചിട്ടില്ല. കൃപയിൽ 10 പാട്ട് എഴുതാൻ ദൈവം സഹായിച്ചു. അതിൽ 2 പാട്ട് യൂട്യൂബിൽ റിലീസ് ചെയ്യാൻ ദൈവം കൃപ ചെയ്ത്. ആമേൻ. സോദരൻ, ഇനിയും കുറച്ച് പാട്ടുകൾക്ക് ഇങ്ങനെ ബുക്കിൻ്റെ അകത്തിരിക്കുകയാണ്. എല്ലാ സമയത്തും ദൈവം കൊണ്ടുവരും, പുറത്ത് കൊണ്ടുവരും. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥന കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പ്രൊമോഷനല്ല, ദൈവം പാട്ടുകൾ കേൾക്കാൻ കൊതിയുള്ള താല്പര്യം ഉണ്ടെങ്കിൽ വിനീത് രാധാകൃഷ്ണൻ ക്രിസ്ത്യൻ സോങ്സ് നടിച്ചാൽ വരും. ആമേൻ. ഞാൻ എൻ്റെ ജ്യേഷ്ഠനൊക്കെ പാട്ട് പാടകരെ കിടപ്പുണ്ട്. പോട്ടെ. അപ്പോൾ ആമേൻ, വല്ലാതെ ചങ്ക് പൊട്ടി കർത്താവെ എന്നെ ഉപയോഗിക്കണേ എന്ന് പറഞ്ഞ്, എന്നെ ഒന്നുകിൽ ഉപയോഗിക്കണം അല്ലെങ്കിൽ എന്നെ എടുക്കണം. നിങ്ങൾ കണ്ണുകൾ ദൈവം മുമ്പാകെ അടഞ്ഞാട്ടെ. ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ ഉപവാസവും പ്രാർത്ഥനയും കഴിയുമ്പോൾ വെറുതെ കുറെ പാടി ആരാധിച്ച് ദൈവദാസം പറഞ്ഞതുപോലെ കൈയൊക്കെ മുറിഞ്ഞ് സത്യമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഈ തലമുറയിൽ ദൈവം എന്നെ ഉപയോഗിക്കണം. 84-ാമത്തെ വയസ്സിൽ ദാനിയേലിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ 84 ദാനിയേൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് 84-ാമത്തെ വയസ്സിൽ. ചരിത്രം പറയുന്നു 84 വയസ്സുള്ള 17-ാമത്തെ വയസ്സിൽ ബാബിലോണിയ പ്രവാസത്തിലേക്ക് പോയ ദാനിയേൽ 17, 27, 37, 47, 57, 84-ാമത്തെ വയസ്സിലും സിംഹത്തിന്റെ ഗുഹയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചവന് ഒരു അഭിഷേകം എൻ്റെ മേൽ വീഴുന്നില്ല. അതുപോലെ റിയൽ അഭിഷേകമായിരിക്കണം. ഒരു അഭിഷേകം സ്വർഗം എൻ്റെ മേൽ പകരുന്നെങ്കിൽ അത് കൃപയുള്ള, ദൈവത്തിന് പ്രയോജനമുള്ള ഒരു ഒറിജിനൽ അഭിഷേകമായിരിക്കണം. ഹല്ലേലൂയ. എത്ര ആത്മാർത്ഥമ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ആമേൻ, ഒരു പെന്തക്കോസുകാരൻ ആമേൻ ചെറിയ കൊണ്ട് IPCയിൽ ദൈവസഭയിൽ ഒരു അംഗം എന്ന് അറിയുന്നേക്കാളുപരി എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ആയുധമായി തീരാൻ എനിക്ക് കൊതിയുണ്ട്. കർത്താവിൻ്റെ ദാസന്റെ കൂടെ ചേർന്ന് നിന്ന്, ദൈവസഭയോട് ചേർന്ന് നിന്ന് ആത്മഭാരമുള്ള ഹൃദയത്തോടെ പ്രവർത്തിക്കാൻ, ദേശത്ത് മാതൃകയോടെ ജീവിപ്പാൻ, എൻ്റെ വാക്കിലൂടെ എൻ്റെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് യേശുവിനെ കൊടുക്കുമോ? ഹല്ലേലൂയ.
ചങ്ക് പൊട്ടി ദൈവമുമ്പാകെ നെടുമ്പാടം വീണപ്പോൾ മ്യൂസിക് കോളേജിൽ പോകാത്ത, പാട്ടിന്റെ ABCD അറിയാത്ത എൻ്റെ നാവിൽ പരിശുദ്ധാത്മാവ് നൽകിയ വരികൾ ഞാൻ ഈ സമയത്ത് പാടാൻ ആഗ്രഹിക്കുക. കൃപ ലഭിച്ച ദൈവമക്കൾ കൂടെ കണ്ണുകൾ ദൈവമുമ്പാകെ അടഞ്ഞ് ഹൃദയം ധ്യാനിച്ച് പാടിയാട്ടെ. ഉപയോഗിക്കണമേ എന്നെ, ഉപയോഗിക്കണമേ, ഉപയോഗിക്കണമേ എന്നെ, ഉപയോഗിക്കണമേ, ഉപയോഗിക്കണമേ എന്നെ, ഉപയോഗിക്കണമേ, ഉപയോഗിക്കണമേ എന്നെ, ഉപയോഗിക്കണമേ. അഗ്നിനാവായി തീർന്നിടുവാൻ, അന്ധകാരം മാറിടുവാൻ, ആത്മാക്കളെയും നേടിടുവാൻ എന്നെ ഉപയോഗിക്കണമേ. കൊതിയുള്ളവർ അഗ്നിനാവായി തീർന്നിടുവാൻ, അന്ധകാരം മാറിടുവാൻ, ആത്മാക്കളെയും നേടിടുവാൻ എന്നെ ഉപയോഗിക്കണമേ. വിശ്വസ്തദാസന്മാർ നന്നേ കുറഞ്ഞു പോകുമ്പോൾ, വിശ്വസ്തനായോനെ എന്നെ കൃപയിൽ നിർത്തണേ. വിശ്വസ്തദാസന്മാർ നന്നേ കുറഞ്ഞു പോകുമ്പോൾ, വിശ്വസ്തനായോനെ എന്നെ കൃപയിൽ നിർത്തണേ. വിശ്വസ്തദാസിമാർ നന്നേ കുറഞ്ഞു പോകുമ്പോൾ, വിശ്വസ്തനായോനെ എന്നെ കൃപയിൽ നിർത്തണേ. അഗ്നിനാവായി തീർന്നിടുവാൻ, അന്ധകാരം മാറിടുവാൻ, ആത്മാക്കളെയും നേടിടുവാൻ എന്നെ ഉപയോഗിക്കണമേ. ഓ അഗ്നിനാവായി തീർന്നിടുവാൻ, അന്ധകാരം മാറിടുവാൻ, ആത്മാക്കളെയും നേടിടുവാൻ എന്നെ ഉപയോഗിക്കണമേ. നല്ല പോർപ്പൊരുതി നിൻ രാജ്യയെ ചേർന്നിടുവാൻ, നല്ല ദാസനെ എന്ന വിളി ഞാൻ കേൾക്കുവാൻ, നല്ല പോർപ്പൊരുതി നിൻ രാജ്യയെ ചേർന്നിടുവാൻ, നല്ല ദാസനെ എന്ന വിളി ഞാൻ കേൾക്കുവാൻ, നല്ല പോർപ്പൊരുതി നിൻ രാജ്യയെ ചേർന്നിടുവാൻ, നല്ല ദാസിയെ എന്ന വിളി ഞാൻ കേൾക്കുവാൻ, അഗ്നിനാവായി തീർന്നിടുവാൻ, അന്ധകാരം മാറിടുവാൻ, ആത്മാക്കളെയും നേടിടുവാൻ എന്നെ ഉപയോഗിക്കണമേ. ഓ അഗ്നിനാവായി തീർന്നിടുവാൻ, അന്ധകാരം മാറിടുവാൻ, ആത്മാക്കളെയും നേടിടുവാൻ എന്നെ ഉപയോഗിക്കണമേ. സ്വർഗത്തിലാരുള്ളൂ, ഈ ഭൂമിയിലാരുള്ളൂ, എന്നേശുവല്ലാതെ വേറാശയെന്തുള്ളൂ. സ്വർഗത്തിലാരുള്ളൂ, ഈ ഭൂമിയിലാരുള്ളൂ, എന്നേശുവല്ലാതെ വേറാശയെന്തുള്ളൂ. എല്ലാവരും ചേർന്ന് പാടാം. സ്വർഗത്തിലാരുള്ളൂ, ഈ ഭൂമിയിലാരുള്ളൂ, എന്നേശുവല്ലാതെ വേറാശയെന്തുള്ളൂ. ആമേൻ. ആ ദൂതന്മാർ ഉറ്റു നോക്കട്ടെ, സ്വർഗത്തിൽ നിന്ന് ദൈവം ഉറ്റു നോക്കട്ടെ. വേറാശയെന്തുള്ളൂ. ആമേൻ. സ്വർഗത്തിലാരുള്ളൂ, ഈ ഭൂമിയിലാരുള്ളൂ, എന്നേശുവല്ലാതെ വേറാശയെന്തുള്ളൂ. അഗ്നിനാവായി തീർന്നിടുവാൻ, അന്ധകാരം മാറിടുവാൻ, ആത്മാക്കളെയും നേടിടുവാൻ എന്നെ ഉപയോഗിക്കണമേ. ഓ അഗ്നിനാവായി തീർന്നിടുവാൻ, അന്ധകാരം മാറിടുവാൻ, ആത്മാക്കളെയും നേടിടുവാൻ എന്നെ ഉപയോഗിക്കണമേ. ഉപയോഗിക്കണമേ എന്നെ, ഉപയോഗിക്കണമേ, ഉപയോഗിക്കണമേ എന്നെ, ഉപയോഗിക്കണമേ. ഓ ഉപയോഗിക്കണമേ, ഞങ്ങളെ ഉപയോഗിക്കണമേ, ഉപയോഗിക്കണമേ, ഞങ്ങളെ ഉപയോഗിക്കണമേ. ഓ ഉപയോഗിക്കണമേ, ഞങ്ങളെ ഉപയോഗിക്കണമേ, ഉപയോഗിക്കണമേ, ഞങ്ങളെ ഉപയോഗിക്കണമേ.
ഉപയോഗിക്കണമേ. അഗ്നിനാവായി തീർന്നിടുവാൻ, അന്ധകാരം മാറിടുവാൻ, ആത്മാക്കളെയും നേരിടുവാൻ എന്നെ ഉപയോഗിക്കണമേ. ഓ അഗ്നിനാവായി തീർന്നിടുവാൻ, അന്ധകാരം മാറിടുവാൻ, ആത്മാക്കളെയും കരങ്ങൾ ചേർത്തടിച്ച് അല്പസമയം അന്യഭാഷകൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഓ റബ, എന്റെ നാവ് അഗ്നിനാവായി മാറണം, എന്റെ നാവ് അഗ്നിനാവായി മാറണം. ഞാൻ കടന്നു പോകുന്നിടത്ത് അന്ധകാരങ്ങൾ നിലവിളിച്ചുകൊണ്ട് ഓടണം. ഞാൻ കടന്നു പോകുന്ന ഭവനങ്ങളിൽ, ഞാൻ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ സ്കൂളിൽ അന്ധകാരങ്ങൾ നിലവിളിച്ചുകൊണ്ട് ഓടണം. യേശു വന്ന് ഗദരദേശത്ത് കാല് ചവിട്ടിയപ്പോൾ നസ്രനായ ദൈവത്തിന്റെ പുത്ര, നീ സമയത്തിന് മുമ്പേ ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ വന്നു എന്ന് പറഞ്ഞതുപോലെ അഭിഷേകമുള്ള, ദൈവകൃപയുള്ള, ദൈവ സാന്നിധ്യമുള്ള നിന്റെ കാലൊരിടത്ത് പതിയുമ്പോൾ തന്നെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് ഹല്ലേലൂയ. വചനത്തിൽ നിന്നും അനുഭവത്തിനൊക്കെ ഒത്തിരി പറയാൻ താല്പര്യമുണ്ട് ദൈവമക്കളെങ്കിലും സമയം നമ്മുടെ മുമ്പിൽ ക്ലിപ്തമായതുകൊണ്ട് ഞാൻ വേഗത്തിൽ നിർത്തി ഒരുമിച്ച് നമ്മൾ ആരാധിക്കാൻ പോകാം. ഒന്ന് രണ്ട് കാതലായ ദൂതുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ദൈവമായിട്ട് പാസ്റ്റർ എന്നെ വിളിച്ചില്ലൊരു കുഴപ്പമില്ല. അടുത്ത് സഭയ്ക്കകത്ത് ആത്മഭാരമുള്ള ദൈവമക്കൾ എഴുന്നേക്കണം. നട്ടപ്പോ ഒരു കൂട്ട, പറിച്ചപ്പോഴും ഒരു കോട്ട. ആമേൻ, സ്തോത്രം. എഴുന്നേറ്റാണോ? അല്ല ഇപ്പം സോറി ദാഹം കൊണ്ടാകട്ടോ. സോറി, ഞാൻ ഇവർത്തിന് എന്തെങ്കിലും ചോദിക്കുക എഴുന്നേക്കാണ്. ഇല്ല മെസ്സേജ് പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് എഴുന്നേക്കാം. മെസ്സേജ് പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. താങ്ക് യു സോ മച്ച്, താങ്ക് യു. ആ ഹൃദയത്തിലുള്ള താല്പര്യത്തിൽ കൊണ്ട് കാര്യം പഠിച്ച കർത്താവ് സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. ചില സഭകളിൽ പോയിട്ട് ഒരു കസാരയുടെ ഫ്രണ്ടിൽ വന്നിരിക്കും 10 വർഷം പറയണം, മിണ്ടുന്നില്ലാരും. സഹോദരി ഒന്ന് ഫ്രണ്ടിലോട്ടോ, സഹോദരി ഒന്ന് മുട്ടുന്നത്. അപ്പം ചാടിയൊക്കെ വലിയ കൃപയുണ്ട് കേട്ടോ. കർത്താവ് കത്തിച്ചതിനായ സ്തോത്രം. ഹല്ലേലൂയ. ഉപവാസം പ്രാർത്ഥനയും കഴിയുമ്പോൾ ദൈവമക്കളെ, ആമേൻ. എനിക്കറിയില്ല, പ്രത്യേകിച്ച് ഈ സഭ ഭയങ്കര ബ്ലെസ്ഡ് സഭയാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന 30 വർഷം പഴക്കമുള്ള സഭയിലാണ്. ഇതുപോലെ ദൈവസഭ ആരാധികർ, ഞാൻ സഭയെ കുറ്റം പറയില്ല. പാസ്റ്റർ നെഞ്ചൊക്കെ പൊട്ടി വിറവ് കീറുന്നേക്കാളും പ്രയാസമാണ്. ഹല്ലേലൂയ. അതേസമയത്ത് ഇപ്പോഴത്തെ പുതിയ ന്യൂ ജനറേഷൻ സഭകളൊക്കെ ആണെങ്കിൽ എന്താ വളരാൻ കാരണം? ഭയങ്കര റിസീവ് ചെയ്യുന്നവർ. ഒരു ഭാഗത്ത് ദുരുപദേശം മറ്റൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ മറുഭാഗത്ത് നല്ല ദാഹമുള്ളവരാണ്. അപ്പോൾ ഇത്രയും ഒരു ട്രഡീഷണൽ ചർച്ചിൽ നിങ്ങൾക്കുള്ള ദാഹത്തെ ഓർത്ത കർത്താവ് സ്തോത്രം. പക്ഷെ ദൈവദാസൻ പറഞ്ഞു 6ാമത്തെ ദിവസം ആയിരുന്നു ദാഹം ഒന്ന് കത്താൻ. ആ കെട്ടിനെ കർത്താവ് പൊട്ടിച്ചു ഓർത്ത് സ്വർഗത്തിൽ സ്തോത്രം ചെയ്യാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്തുതിക്കാതെ ആരാധിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്താതെ യേശുവിന്റെ അധികാരമുള്ള നാമ ദൈവസഭയുടെ കൈയിനെ, വായിനെ, നാവിനെ, ഹൃദയത്തെ കെട്ടിയ കെട്ടുകളെ സ്വർഗ്ഗമാമേൻ. ഹല്ലേലൂയ. ശിംശോനെ കെട്ടിയിരുന്ന കെട്ടുകൾ ചണനൂൽ പോലെ കത്തിമാറിയതുപോലെ. ദൈവമക്കൾ, ഇതൊന്നും നമ്മുടെ തെറ്റല്ല. 1ാം വർഷം 2013 1ാം വർഷം സെമിനാരി ഇതുപോലെ ഇരിക്കുന്ന മക്കളെ കൈയടിച്ച് ആത്മാവിൽ അന്യവർഷം ആരാധിക്കും. 2ാം വർഷമായപ്പോ കുറഞ്ഞ്, 3ാം വർഷമായപ്പോ പിന്നെ ഇമാരൊക്കെ ആരാധിക്കും നോക്കും. പാസ്റ്ററെ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ ആരാധിക്കും നോക്കും. ഫ്രണ്ട് ബാക്ക് ഇരുന്ന്. തേർഡ് ഇയർ സീനിയർ ആയില്ലേ, 4th ഇയർ ഒക്കെ ആകുമ്പോൾ അവിടെ ആരാധന. ഞാൻ പുസ്തകം വായന, വേറെ പുസ്തകമല്ല, ഒന്ന് ഈ ബൈബിൾ വായിക്കും. ഭയങ്കര ഇതുണ്ട്. ചില സമയത്തൊക്കെ ഉപദേശം നെഞ്ച് പൊട്ടി പ്രസംഗിക്കും. അമ്മ അപ്പോഴാണ് ബൈബിൾ വായിക്കുന്നത്. സ്വത്രം. ഇവിടെ അങ്ങനത്തെ അമ്മമാരും ഞാൻ കണ്ടില്ല. സ്വത്രം ചങ്ക് കയറി പ്രസംഗിക്കുക. അപ്പോഴാണ് ബൈബിൾ വായന, അപ്പോഴാണ് കണ്ണടച്ച് ധ്യാനം. ദൈവമക്കളെ കൂടെ ഇരിക്കണം ഇതുപോലെ. ഹല്ലേലൂയ. ദൈവ ശുശ്രൂഷിക്കുമ്പോൾ വചനം പറയുമ്പോൾ ഇവിടത്തെ ശുശ്രൂഷകരാകട്ടെ, ഏതൊരു ശുശ്രൂഷകരും ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് പ്രാർത്ഥനയോടെയാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ അത് നിങ്ങളോടുള്ള ദൂതായിരിക്കും, ദേശത്തോടുള്ള ദൂതായിരിക്കും, തലമുറയോട് ദൈവശബ്ദമായിരിക്കും. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി, ആത്മീയമായി ഭൗതികമായി നിങ്ങൾ വളരാൻ, അനുഗ്രഹിക്കപ്പെടാൻ ദൂതകൾ സംസാരിക്കുമ്പോൾ റിസീവ് ചെയ്യുന്ന ആമേൻ വചനം പറയാം. എമ്മോസിലേക്ക് പോയി ശിഷ്യന്മാർ പറഞ്ഞു, അവൻ തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലയോ? ഹല്ലേലൂയ.
ദൈവമക്കളെ കൈയടിച്ചാടുന്ന ഒരു മടി കാണിക്കരുത്. ഒത്തിരി അനുഭവങ്ങൾ പറയണം. ഒരിടത്ത് ഭൂതളവാണ്. ഭൂതളയ സമയത്താണെങ്കിൽ കർത്താവിന് ശോധന പറയുന്ന ഒരു മടിയില്ല. കർത്താവിന് ശോധന ഭൂതം ഇളവിയ ആ വ്യക്തി ആ ബ്രേക്കിൽ, നമുക്ക് ഉപവാസം ഇങ്ങനെ രാവിലെ പോയിട്ടില്ല, ആ ബ്രേക്കിൽ എന്നോട് വന്ന് പറയാണ്, ഭൂതമുള്ള വ്യക്തിയോട് പറയാണ്, അദ്ദേഹത്തിന്റെ അമ്മയോട് പോയി അമ്മയോട് പറ സ്വോത്രം മാത്രം പറഞ്ഞാൽ മതി, അന്യഭാഷ പറയില്ലെന്ന്. സ്വോത്രം മാത്രം പറഞ്ഞാൽ മതി, ഞാൻ പൊക്കുള്ളൂ, അന്യഭാഷ ലൈവ് എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ് ഭൂതവളയസം. ഞാൻ പറയട്ടെ, നമ്മുടെ മേൽ സ്വർഗം നൽകിയ ഈ സ്വർഗീയ ഭാഷയുടെ മഹത്വം നമ്മൾ അറിയുന്ന പൈശാചിക മണ്ഡലമുണ്ട്. യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ മേലും നിന്റെ മേലും ദൈവം പകർന്ന അഭിഷേകത്തിന്റെ സ്വർഗീയ ഭാഷയുടെ അന്യഭാഷയുടെ മഹത്വം ഞാനും നീയൊന്നും അറിഞ്ഞില്ലെങ്കിലും അറിയുന്ന പൈശാചിക മണ്ഡലങ്ങളുണ്ട്. ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ഞാൻ ബുദ്ധി കൊണ്ടും പാടും, ഞാൻ ആത്മാവ് കൊണ്ടും പാടും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശബരക്തകരം ശകരക്തകരഗദേ Ora bala hasiadere, vaida bala hasiadere, rika bala hasiadere, leka bala hasiadere, rebe hosiadere. ഈ 19ാമത്തെ രാത്രി ദൈവമഹത്വത്തിന്റെ രാത്രിയാകട്ടെ. ശർഖാന ഹസിയാബന രഗൽഖര. യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവാത്മാവ് പറയുന്നു, ഒരിക്കലും പുറത്തു വരണമെന്ന് പറഞ്ഞ് പിശാചി അവസാനത്തെ ആണി വച്ചടിച്ചതിന് സ്വർഗം വലിച്ചീറി പുറത്തു കൊണ്ടുവരുന്ന രാത്രിയാണ്. ഇനി ഒരിക്കലും ഈ വിഷയത്തിൽ നീ ഒരു മറുപടി കാണലെന്ന് പറഞ്ഞ് അവസാനത്തെ ആണി മടിച്ചു വെച്ച വിഷയത്തെ ആ നസ്രായന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് സാമ്പത്തികമല്ല കണ്ടീഷൻ, സാമ്പത്തികമല്ല മാനദണ്ഡം, നമ്മുടെ കുടുംബമല്ല മാനദണ്ഡം, നമ്മുടെ വിദ്യാഭ്യാസമല്ല മാനദണ്ഡം. ഹലോ, നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ സാമ്പത്തികമോ നമ്മുടെ കുടുംബമോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ ജോലിയോ 5 6 ബാങ്ക് ബാലൻസോ നാട്ടുകാർ കാണുന്ന അമ്പരചുംബിയ വീടുകളോ ഏക്കർ നോ. ദൈവത്തിന്റെ വിഷയം മനസ്താവോ മനോവിനയമുള്ള ഹൃദയമാണ്. നിനക്ക് താഴാൻ മനസ്സുണ്ടോ? താഴ്മയുള്ളവർക്ക് അവൻ അധികം കൃപ നൽകുന്നു. താഴ്മയുള്ളവർക്ക് അവൻ അഭിഷേകം പകരുന്നത്. നീ നീതിയെ സ്നേഹിച്ച്, നീ പാപത്തെ വെറുത്ത്, അനീതിയെ ദോഷിച്ച് നീതിയെ സ്നേഹിച്ചത് കൊണ്ട് കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. നീ വിശുദ്ധിയെ സ്നേഹിച്ചത് കൊണ്ട് അശുദ്ധിയെ വെറുത്തത് കൊണ്ട്, വിശുദ്ധിയെ സ്നേഹിച്ചത് കൊണ്ട് അശുദ്ധിയെ വെറുത്തത് കൊണ്ട്, ആമൻ കപടത്തെ വെറുത്തത് കൊണ്ട്, സത്യത്തെ സ്നേഹിച്ചത് കൊണ്ട് കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് ദൈവം അഭിഷേകം ചെയ്യുന്നു. കർത്താവേ, ആ 120 പേരുകൾ കത്തിച്ചതുപോലെ ഒരു പിശാചിനും അടയ്ക്കാൻ കഴിയാത്ത നിലകളിൽ, ഒരു പ്രതിസന്ധിക്കും ഒതുക്കുവാൻ കഴിയാത്ത നിലകളിൽ, ഒരു പ്രലോഭനത്തിനും വീഴ്ത്തുവാൻ കഴിയാത്ത നിലകളിൽ, ഒരു പ്രലോഭനത്തിനും എൻ്റെ കുഞ്ഞുങ്ങളെ കേട്ടാരാധിക്ക്. ഒരു ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്കും, ഒരു സാമ്പത്തികങ്ങൾക്കും, ഒരു ജഡീക മോഹങ്ങൾക്കും, ഒരു സ്ഥാനത്തിനും, ഒരു മാനത്തിനും, ഒരു പദവിക്കും ഒതുക്കുവാൻ കഴിയാത്തൊരു അഭിഷേകം.
ഓ ഹല്ലേലൂയ. വാസ്തവമായി എൻ്റെ കൂടെ, നിങ്ങളുടെ കൂടെ, സഭയുടെ കൂടെ ദൈവം ഉണ്ടെന്ന്. ഹല്ലേലൂയ. La rabahasiadare. Oh, rabababa sadarega dagasi. Hatabana dhirabana sadarega regalega. Ha de se de. Yeshua. ദൈവിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, പരിശുദ്ധ ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി, സ്വർഗത്തിലെ ആത്മിക അനുഗ്രഹത്തിന് വേണ്ടി, സഭയ്ക്കകത്തും ദേശത്തും കുടുംബത്തിന്റെ അകത്തും ദൈവ പ്രവൃത്തിക്ക് വേണ്ടി യാക്കോബിനെ